ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ വിയവരം ജോർജ് കുട്ടി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ നടത്തുന്ന ആത്മീയ നടത്തിപ്പുകാർ നമ്മളെ ഉപദേശിക്കുന്ന ആ കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്നാണോ എന്ന് നാം അവരുടെ ഉപദേശവും വിശുദ്ധ തിരുവെഴുത്തിലെ വാക്യങ്ങളും തമ്മിൽ പരിശോധിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 10-11 വാക്യം. ബെരോവയിലുള്ളവർ തെസ്സലോനിക്കരേക്കാൾ ഉത്തമന്മാരായിരുന്നു, കാരണം അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. കേൾക്കുന്നതെല്ലാം ആമേൻ പറഞ്ഞ് പോരരുത്. അവർ പറയുന്ന കാര്യം വിശുദ്ധ ബൈബിളിൽ ഉള്ളതാണോ എന്ന് പരിശോധിച്ച് നല്ലത് മാത്രം തിരഞ്ഞെടുക്കേണ്ട കടമ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പണ്ടത്തെ കാലമല്ല. പണ്ട് കാലത്ത് വിശുദ്ധ ബൈബിൾ അധികം ഇല്ലായിരുന്നു. ഒരു ഭവനത്തിലൊക്കെ ഒരു ബൈബിളേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പറയുന്നത് ദൈവീയ വാക്യം, ദൈവീയ അരുളപ്പാടായി കേട്ട് നാം പോകുമായിരുന്നു. എന്നാൽ ഇന്ന് ബൈബിൾ ധാരാളമുണ്ട്. ബൈബിൾ വായിക്കുവാൻ നമുക്ക് ദൈവം ജ്ഞാനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന കാര്യം ബൈബിളിൽ ഉള്ളതാണോ എന്ന് നാം പരിശോധിക്കണം. എല്ലാം പറയാൻ പോയാൽ ഒത്തിരി സമയമെടുക്കും. ചില കാര്യങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യത്തിൽ, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പോലും ഒരു പ്രതിമ ഉണ്ടാക്കുവാനോ ആ പ്രതിമ വെച്ച് ആരാധിക്കുവാനോ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 15 മുതൽ 18 വരെ വായിക്കുമ്പോൾ, അങ്ങനെ പ്രതിമകൾ വെച്ച് ആരാധിച്ചാൽ തൻ്റെ ജനമായ ഇസ്രായേലിനോട് ദൈവം പറഞ്ഞത്, നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുന്നു എന്നാണ്. ഇന്ന് നമ്മുടെ പള്ളികളിൽ ഉണ്ണിയേശുവിൻ്റെ പ്രതിമ, കന്യമറിയാവിൻ്റെ പ്രതിമ, പുണ്യവാളന്മാരുടെ പ്രതിമ, അപ്പോസ്തലന്മാരുടെ പ്രതിമ ആദിയായതെല്ലാമല്ലേ ഇരിക്കുന്നത്? അപ്പോൾ ദൈവം പറഞ്ഞ കൽപ്പന ലംഘിച്ചിട്ടല്ലേ നാം ഇത് ചെയ്യുന്നത്? അവിടെ എങ്ങനെ ദൈവസാന്നിധ്യം ഇരിക്കും? ഒരിക്കലും അങ്ങനെ ഉള്ളിടത്ത് ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കുകയില്ല. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ സൂര്യചന്ദ്രന്മാരെ ആരാധിക്കരുത് എന്ന് വായിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ആരാധിക്കുന്നു എന്ന് തെളിവുണ്ടെങ്കിൽ അവരെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് ദൈവം കൊടുത്ത കഠിനമായ ശിക്ഷ. എന്നാൽ നിങ്ങൾക്കറിയാമോ, ശലോമോന്റെ ദൈവാലയം പണിത് ഒരു രാജാവ് അതിൻ്റെ വാതിൽ അടച്ചു, ആളുകൾക്ക് പ്രവേശനം ഇല്ലാതാക്കി. എന്നിട്ട് അതിൻ്റെ ചുവരിലുകളൊക്കെ അന്യദൈവങ്ങളുടെ ചിത്രം വരച്ചു വെച്ചു. എന്നിട്ട് എസെക്കിയേൽ പ്രവചനം 8-ാം അധ്യായം 16 മുതൽ 16-ാം വാക്യം വായിക്കുമ്പോൾ, 25 പുരുഷന്മാർ കിഴക്കോട്ട് മുഖം തിരിച്ചു നിന്നുകൊണ്ട് അവർ സൂര്യനെ ആരാധിക്കുകയായിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ കിഴക്കിന് അമിത പ്രാധാന്യത കൊടുത്ത് കിഴക്കാണ് പ്രത്യേക ദൈവസാന്നിധ്യം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുമ്പോൾ ദൈവം പറയുന്നു, അവർ എന്നെയല്ല, അവർ സൂര്യനെയാണ് ആരാധിക്കുന്നത്. അതെ, ജാതികൾ ക്രിസ്തുമാർഗത്തിലേക്ക് മതപരിവർത്തനം ചെയ്തപ്പോൾ സൂര്യനെ ആരാധിച്ചുകൊണ്ടിരുന്നവര് ക്രിസ്ത്യാനികളായി തീർന്നപ്പോൾ നമ്മളെയും അറിയാതെ കിഴക്കോട്ട് തിരിച്ചു നിർത്തി. അപ്പോൾ ഇപ്പോൾ ഒരാൾ നിൽക്കുന്നത് കിഴക്കോട്ടാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ പടിഞ്ഞാട്ട് നിൽക്കുന്ന ആളും പെട്ടെന്ന് കിഴക്കോട്ട് തിരിയുമ്പോൾ, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ എല്ലാവരും കിഴക്കോട്ട് തിരിയുമ്പോൾ ഇതെല്ലാം വിളിച്ചു പറഞ്ഞത് നമ്മൾ അറിയാതെ സൂര്യനെ ആരാധിക്കുന്നുവെന്നാണ്. അതുകൊണ്ട് കിഴക്ക് ഭാഗത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നതെല്ലാം സൂര്യാരാധനയിൽ നിന്നാണ്. 1 യോഹന്നാൻ 1:7, അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവ് ഭൂമി വന്നത്, തൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തിയത് നമ്മുടെ പാപങ്ങൾ മോചിക്കുവാനാ. അങ്ങനെ ആ കാര്യം വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബൈബിൾ എഴുതി വെച്ചപ്പോൾ നമ്മൾ ചൊല്ലുന്നത് എന്തോ, പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. അയ്യോ, വെള്ളത്താൽ മാമോദീസ മുക്കിയാൽ പാപം മോചിക്കുമോ? ഒരിക്കലുമില്ല. പാപം മോചിച്ചവനാണ് മാമോദീസ ഏൽക്കേണ്ടതെന്നാണ് ദൈവം പറഞ്ഞത്. അതും വചനവിരുദ്ധമാണ്. എസെക്കിയേൽ പ്രവചനം
18-ാം അധ്യായം 20-ാം വാക്യം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, മകൻ അപ്പൻ്റെയും അപ്പൻ മകൻ്റെയും പാപം വഹിക്കണ്ട എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയപ്പോൾ കുഞ്ഞിൻ്റെ അകൃത്യം എങ്ങനെയാണ് തലത്തൊട്ടപ്പൻ ഏറ്റെടുക്കുന്നത്? 1 തിമോത്തിയോസ് 2-ാം അധ്യായം 5-6 വാക്യം വായിക്കുമ്പോൾ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, അത് നമുക്കെല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുമ്പോൾ എങ്ങനെയാണ് കന്യമറിയാമിനോടും മറ്റ് പുണ്യവാളന്മാരോടും മരിച്ചുപോയ വിശുദ്ധന്മാരോടും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? ഏത് പ്രമാണം വെച്ചാണ്? ഏതായാലും ഈ അടുത്തിട കത്തോലിക്കയിലെ പോപ്പ് അദ്ദേഹത്തിനൊരു കാര്യം ബോധ്യമായി, മറിയം സഹമധ്യസ്ഥയല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞല്ലോ. ഇപ്പോഴും അത് പറഞ്ഞിട്ടും പലയിടത്തും മധ്യസ്ഥ പ്രാർത്ഥന യേശുവിനോട് പുണ്യവാളന്മാരോടും വിശുദ്ധന്മാരോടുമാണ്. അത് വചനവിരുദ്ധമാണ്. വെളിപ്പാട് 15:4 വായിക്കുമ്പോൾ, കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും, നീയല്ലോ ഏക പരിശുദ്ധൻ. ബൈബിള് പറയുന്നു ഏക പരിശുദ്ധനുള്ള ഒരു പരിശുദ്ധനേ ഉള്ളൂ, അത് ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. യെശയ്യാ 42:8 പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും കൊടുക്കുകയില്ല. ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യൻ എടുക്കുന്നതാണ് മനുഷ്യനെ പരിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഇടയിലൊക്കെ എത്രയോ തിരുമേനിമാരെയാ പരിശുദ്ധൻ എന്ന് നാം സംബോധന ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യരുത്. അവരാരും പരിശുദ്ധന്മാരല്ല. പരിശുദ്ധൻ ഒറ്റയാൾ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു മാത്രം. യേശുവിൻ്റെ അമ്മ നിത്യ കന്യകയാണെന്നാണ് ചില സഭകൾ പഠിപ്പിക്കുന്നത്. അതേ, മറിയാം യേശുവിനെ പ്രസവിക്കുന്നത് വരെ കന്യകയായിരുന്നു. മത്തായി 1:25, മറിയ യേശുവിനെ പ്രസവിക്കും വരെ ജോസഫ് അവളെ പരിഗ്രഹിച്ചില്ല. യേശുവിനെ പ്രസവിച്ച ശേഷം ജോസഫ് മരിയെ പരിഗ്രഹിച്ചു എന്നല്ലേ പറഞ്ഞത്? ഒരു പുരുഷൻ പരിഗ്രഹിച്ച സ്ത്രീ എങ്ങനെ നിത്യകന്യയായിരിക്കാൻ കഴിയും? ലൂക്കോസ് 2:7, മറിയ ആദ്യജാതനാകുന്ന മകനെ യേശുവിനെ പ്രസവിച്ചു. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ഇളയ പിള്ളേർ വേറെ ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. മർക്കോസ് 6:1 മുതൽ വായിക്കുമ്പോൾ, യേശു പിതൃനഗരത്തിൽ ചെന്നപ്പോൾ ചിലർ പറഞ്ഞു, ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനുമല്ലയോ? ഇവന്റെ സഹോദരികളും നമ്മളോടുകൂടെ ഇല്ലയോ? കർത്താവിന് കുറഞ്ഞത് 4 സഹോദരന്മാരും 2 സഹോദരിമാരും ഉണ്ടായിരിക്കും. മർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയപ്പോൾ ആദ്യമേ സ്നാനപ്പെടുത്തിയേക്കാം, പിന്നെ രക്ഷിക്കപ്പെട്ടോളൂ എന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? വചനവിരുദ്ധമല്ലേ? യേശു മരിച്ച സമയത്ത് ദൈവാലയത്തിലെ തിരശീല മേൽ തൊട്ടടിയോളം 2ആയി ചിന്തപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേൽ തൊട്ടടിയോളം. പണ്ട് പുരോഹിതന്മാർക്ക് മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. അതും വർഷത്തിൽ ഒരിക്കൽ. ആ തിരശീലയാണ് യേശു മരിച്ചപ്പോൾ കീറിയത്. അതിൻ്റെ അർത്ഥം പൗലോസ് നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം 19-20, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയായി വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം സാധിച്ചിരിക്കെ വീണ്ടും തിരശീല ഇടുന്നത് ശരിയാണോ? ഇപ്പോഴും സാധാരണക്കാരെ മധുബഹായിൽ കയറ്റാത്തത് ശരിയാണോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ആ തിരശീല ഇട്ടാൽ അതിൻ്റെ അർത്ഥം യേശു ഇന്നും മരിച്ചിട്ടില്ല എന്നാ. അപ്പം ഞാൻ പോകുന്ന ദൈവാലയം പോലും യേശു മരിച്ചില്ല എന്ന് വിളിച്ചു പറഞ്ഞ സ്ഥാപനത്തിൽ എനിക്ക് എങ്ങനെ ആരാധിക്കുവാൻ കഴിയും? മത്തായി 18:20, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ദൈവാലയത്തിൽ ചെന്നാൽ കിഴക്ക് മധുഭാഗായിൽ യേശു വരുമെന്നാണ് വിശ്വസിക്കുന്നത്. അയ്യോ, അത് തെറ്റാണ്. വിശുദ്ധന്മാർ കൂടി വരുന്നവരുടെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു വരും. പുതിയ നിയമസഭയെക്കുറിച്ച് 1 കൊരിന്ത്യർ 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ പുതിയ നിയമസഭയുടെ കൂടിവരവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 14:26, ആകയാൽ എന്തോ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർധനവിനായി ഉതകട്ടെ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് കാണിക്കുന്നത് പോലെ പുതിയ നിയമസഭയിൽ എവിടെയെങ്കിലും കുന്തിരിക്കം പോയിച്ച് ധൂപക്കുറ്റി വീശിയതായിട്ട് എവിടെയെങ്കിലും കാണിച്ചു തരാമോ? പുതിയ നിയമസഭയിൽ അങ്ങനെ ഒരു ആചാരമേ ഇല്ല. തന്നെയുമല്ല, പുതിയ നിയമസഭയത്ത് പറയുന്നത്
കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 11-ാം അധ്യായം 27-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 7-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ 11:7 മുതൽ 1 കൊരിന്ത്യർ 11:3-4 എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു. എന്നിട്ട് അതിൻ്റെ 7-ാം വാക്യം, പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമാകിയാൽ മൂടുപടം ഇടേണ്ടതില്ല. അപ്പോൾ ദൈവസേനയിൽ വരുമ്പോൾ പുരുഷന്മാർ എന്ത് ചെയ്യാൻ പാടില്ല? തല മൂടാൻ പാടില്ല. ഇന്നും പല പുരോഹിതന്മാർ തൊപ്പി വെക്കുന്നവരും തിരുമേനിമാർ തല മൂടുന്നവരുമല്ലേ. അങ്ങനെ ചെയ്താൽ തൻ്റെ തലയെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, തൻ്റെ തലയെ അപമാനിക്കുന്നു പറഞ്ഞാൽ കർത്താവിനെ അപമാനിക്കുന്നുവെന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ യോഗം നടത്തുമ്പോൾ തിരുമേനിമാരും അച്ഛന്മാരും തല മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ അപമാനിച്ചുകൊണ്ടല്ലേ അവർ ആ കാര്യം ചെയ്യുന്നത്? അത് വചനവിരുദ്ധമാണ്. അത് ചെയ്യുവാൻ പാടില്ല. മരണാനന്തരം ബൈബിള് വായിക്കുന്നു 2 കൊരിന്ത്യർ 5:10, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കണമെന്ന് ബൈബിള് പറയുന്നു. തന്നെയുമല്ല, കർത്താവ് പറഞ്ഞ സംഭവകഥയും ലൂക്കോസ് 16:26, മരിച്ച ഒരാൾ യാതനാ സ്ഥലത്ത് പോയാൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഒരാൾക്ക് യാതനാ സ്ഥലത്തേക്കോ വരുവാൻ കഴിയയില്ല, വലിയൊരു വിടവ് അവിടെ ഉണ്ടായെന്ന് വായിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മരണശേഷം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയാണോ? വചനവിരുദ്ധമാണ്. അപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ നേതാക്കന്മാരും സഭാ നടത്തിപ്പുകാരും പറയുന്നതെല്ലാം കേട്ടുകൊണ്ടെങ്കിൽ പോരരുത്. അത് ബൈബിളിൽ ഉള്ളതാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ അത് അംഗീകരിക്കാവൂ. വരും ദിവസങ്ങളിൽ അതിനായി ദൈവം നമുക്ക് ഏവർക്കും കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസ സ്ഥാനത്തെക്കുറിച്ച് മുൻവിധി കൂടാതെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പ്രസംഗിച്ച സ്ഥാനം തിരുവചന വെളിച്ചത്തിൽ ശിഷ്ടാനം തെറ്റോ ശരിയോ എന്ന വിഷയത്തെക്കുറിച്ച് 9 പാട്ടുള്ള വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. യൂട്യൂബിൽ കയറി വീവരം ജോർജ് കുട്ടിയെ അടിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.